ദിവസേന പലതവണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഓക്കെ. എങ്ങനെയാണ് ഓക്കെ എന്ന വാക്ക് വന്നത്? ആരാണ് ഈ വാക്ക് ആദ്യം ഉപയോഗിച്ചത്? എങ്ങനെയാണ് ഈ വാക്ക് ഇത്രയും കോമൺ ആയത്? ഓക്കെ എന്ന രണ്ടക്ഷരത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഏകദേശം 1800 കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ അമേരിക്കയിലാണ് ഈ വാക്ക് ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നത്തെ യുവതലമുറ എങ്ങനെയാണോ പല വാക്കും ചുരുക്കി എഴുതുന്നത്, അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ യുവതലമുറയും പല വാക്കും ചുരുക്കി എഴുതിയിരുന്നു. ആ കാലത്ത് എല്ലാം ശരിയായി നടക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഓൾ കറക്റ്റ് എന്ന വാക്ക് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. 1839 മാർച്ച് 23 ബോസ്റ്റൺ മോർണിംഗ് പോസ്റ്റ് എന്ന പത്രം ഓൾ കറക്റ്റ് എന്ന വാക്കിന്റെ ചുരുക്കരൂപമായി ഓക്കെ എന്ന രണ്ടക്ഷരം ഉപയോഗിച്ചു. അതിനുശേഷം മറ്റു പത്രങ്ങളും ഓൾ കറക്റ്റിന് പകരം ഓക്കെ ഉപയോഗിക്കുവാൻ തുടങ്ങി. 1840 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരെ ഓക്കെ എന്ന വാക്ക് സ്ഥാനം പിടിച്ചു. ആ വർഷം തുടർഭരണത്തിനായി മത്സരിച്ച മാർട്ടിൻ വാൻ ബുറെൻ ഓക്കെ തന്റെ പ്രചരണ വാക്കാക്കി മാറ്റി. അമേരിക്കയിലെ ഓൾഡ് കിൻഡർഹുക്കിൽ ജനിച്ചതിനാൽ അതിന്റെ ചുരുക്കരൂപമായ ഓക്കെ അദ്ദേഹത്തിന്റെ ചെല്ലപ്പേരായി മാറി. അദ്ദേഹത്തിന്റെ അനുയായികൾ ഓക്കെ ഈസ് ഓൾ കറക്റ്റിന് സന്ദേശം നൽകുന്നതിനായി ഓക്കെ ക്ലബ്ബുകൾ സ്ഥാപിച്ചു. എന്നാൽ പ്രതിപക്ഷം ഇത് അദ്ദേഹത്തെ പരിഹസിക്കാനുള്ള ആയുധമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നിർഭാഗ്യവശാൽ ഓക്കെ എന്ന വാക്ക് മാർട്ടിന് തുണയായില്ല. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങി. മാർട്ടിന് ആ വാക്ക് തുണയായില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഓക്കെ എന്ന പ്രയോഗത്തിന് അമേരിക്കയിൽ വലിയ പ്രചാരം തന്നെ നേടിക്കൊടുത്തു. അടുത്തതായി ഓക്കെ എന്ന വാക്കിന് കൂടുതൽ പ്രചാരം നൽകിയത് ടെലിഗ്രാഫിൽ അതിന്റെ ഉപയോഗമാണ്. ഓരോ അക്ഷരത്തിനും ഡോട്ട് അല്ലെങ്കിൽ ഡാഷ് രൂപത്തിലുള്ള ഇലക്ട്രിക്കൽ പൾസുകൾ ഉപയോഗിച്ചാണ് ടെലിഗ്രാഫ് പ്രവർത്തിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ ഓക്കെ എന്ന വാക്കിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം ഓക്കെ എന്ന രണ്ടക്ഷരം മറ്റു വാക്കുകളുമായി തെറ്റിദ്ധരിക്കപ്പെടാതെ കൈമാറും എന്നത് തന്നെയായിരുന്നു. ഒരു സന്ദേശം ലഭിച്ചാൽ അത് തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അയച്ച ആളെ അറിയിക്കാനായി അമേരിക്കൻ റെയിൽവേയിലുള്ളവർ ഓക്കെ എന്ന് തിരിച്ചയക്കുവാൻ തുടങ്ങി. 1865 US ടെലിഗ്രാഫ് മാനുവലിൽ കിട്ടിയ സന്ദേശത്തിന് മറുപടിയായി ഓക്കെ എന്ന് തിരിച്ചയച്ചില്ലെങ്കിൽ ആ സന്ദേശം ലഭിച്ചതായി കണക്കാക്കില്ല എന്ന് പറയുന്നുണ്ട്. പതുക്കെ പതുക്കെ ഓക്കെ എന്ന വാക്ക് പരസ്യ മേഖലയിലും ഉപയോഗിക്കാൻ തുടങ്ങി. എലൻ മെറ്റ്കാഫ് എഴുതിയ ദ ഇംപ്രോബബിൾ സ്റ്റോറി ഓഫ് അമേരിക്കാസ് ഗ്രേറ്റസ്റ്റ് വേർഡ് എന്ന പുസ്തകത്തിൽ ഓക്കെ എന്ന വാക്കിന് വിവരങ്ങളല്ലാതെ മനുഷ്യവികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ എഴുതിയ ലേഖനം എങ്ങനെയുണ്ടെന്നുള്ള ചോദ്യത്തിന് ഓക്കെ എന്നാണ് മറുപടി പറയുന്നതെങ്കിൽ ആ ലേഖനം തരക്കേടില്ല എന്നാണ് അർത്ഥം. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം മേഖലയിലും ഉപയോഗിക്കുന്ന വാക്കാണിത്. ഭാഷകൾക്കും ദേശങ്ങൾക്കും അതീതമായി പ്രചാരത്തിലുള്ള വാക്കാണ് ഓക്കെ. കാലാതീതമായി എപ്പോഴും ഓക്കെ നിലനിൽക്കും. സോഷ്യൽ മീഡിയ ഡിജിറ്റൽ യുഗത്തിലും പ്രസക്തി ചോരാതെ ഇന്നും പ്രചാരത്തിലുള്ള ഓക്കെയെ മറികടക്കുവാൻ മറ്റൊരു വാക്ക് കടന്നു വരുമോ എന്ന് സംശയമാണ്.